ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കാൻ നല്ലൊരു അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. ഇത് നമുക്ക് ടീനേജേഴ്സിനും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പം പുറത്ത് പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, വീട്ടിലുണ്ടാക്കാൻ വേണ്ടി. യമനി ഒതൻറ്റിക് സ്റ്റൈൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അവരൊരു ട്രഡീഷണൽ ഡിഷാണിത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ പുറത്ത് പോകേണ്ടില്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാവും. ഒരു ഫുൾ മീലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൊരിച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങളടുത്ത് പൊരിച്ചത് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വീക്കെൻഡൊക്കെ ആണെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിയാൽ രണ്ടോ മൂന്നോ പീസ് ബാക്കി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിനായിട്ട് കുറച്ച് പീസ് എടുത്തിട്ട് ഗ്രില്ല് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഓവനിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരുപാട് സ്പൈസി ആയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കരുത്, സിമ്പിളായിട്ടുള്ള മസാല ഉണ്ടാക്കുക. എരിവില്ലാത്ത ഒരു മസാലയിൽ ഒന്നുകിൽ പൊരിച്ചിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കുക. അത് ബാക്കി വന്ന ഏത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ ഞാൻ ബോണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മഷ്റൂമാണ് ഞാൻ എടുത്തത്. ഞാനിവിടെ ടിന്നിലുള്ള മഷ്റൂമാണ് എടുത്തത്. ഫ്രഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളിയാണ് കേട്ടോ. റഫായിട്ട് അരിഞ്ഞതാണ്, കുറച്ച് വലിയ പീസായിട്ട് തന്നെ നല്ല തടിയിൽ അരിഞ്ഞതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ മഷ്റൂം ഉള്ളതുകൊണ്ട് തന്നെ മഷ്റൂം ഒന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതാ ഒന്ന് വാടുകയും ചെയ്തിട്ടുണ്ട്, അതിലത്തെ വെള്ളവും വറ്റി. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തത് ഒലിവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അതാ ഓയിലും കൂടെ ചേർത്തിട്ട് ഇനിയിപ്പോൾ അധികം വേവൊന്നുമില്ല, ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ടിയില്ല കേട്ടോ. ജസ്റ്റ് ഇത് വേവുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അടുത്തത് ചേർക്കുന്നത് കുറച്ച് ഗാർലിക് പൗഡറാണ്. അപ്പോൾ ഗാർലിക് പൗഡർ നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 2-3 അല്ലി ഗാർലിക്ക് ഒന്ന് കുത്തിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്, നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന അത്. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു 2 പൗഡർ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ സാധാരണ ഈ ഒരു ഡിഷിൻ്റെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പീൽഡ് ടൊമാറ്റോ ആണ് ഇട്ടത്. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നല്ലോണം പഴുത്ത ആ നീളമുള്ള തക്കാളി ഇല്ല, അത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ എരിവിന് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ്, ഈ തക്കാളി പച്ചയാണല്ലോ, അപ്പോൾ ഒന്ന് വെന്ത് വരണം. 2-3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റി ആ ഒരു അതിലത്തെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് വരേണ്ടിയില്ല, അത്യാവശ്യത്തിന് വറ്റിയാൽ മതി കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല കറക്റ്റ് പാകത്തിലുള്ള ഈ ഒരു സോസ് നമുക്ക് കിട്ടി. ഇത്രയും വെള്ളം ഇതിൽ വേണം കേട്ടോ. ഇപ്പോൾ കയ്യിലോട്ട് എടുക്കുന്ന സമയത്ത് വെള്ളമായിട്ട് വീഴൂല, എന്നാൽ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിലേക്കുള്ളത് റെഡിയായി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലെയറിലേക്കുള്ള ഒരു സോസാണ്, വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഷാമൽ സോസ് എന്ന് പറയില്ല, അതാണ്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 30 ഗ്രാം ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 30 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റ് ചെയ്യുക. അപ്പോൾ അത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി, കളർ മാറാണ്ടിരിക്കാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പതഞ്ഞ് വെള്ള കളറിൽ പൊന്തി വരുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊന്തി ഒരു വെള്ള കളറായിട്ടുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് വെന്ത്. ഇനിയിപ്പോൾ ഒരു 2.5 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. അത് കുറേശ്ശെ ചേർക്കാവൂ കേട്ടോ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കട്ടിയായിട്ട് വരും. അങ്ങനെ കട്ടിയായാൽ പിന്നെയും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു 2.5 കപ്പോളം നമ്മൾ ആ ഒരു ഫുള്ളാകുന്ന വരെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2.5 കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയിട്ടോ കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഏകദേശ കണക്കാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ അതൊന്ന് കുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 3ാമത്തെ ബാച്ചും കൂടെ കുറച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം ഞാനിവിടെ പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ. പാൽ വെച്ച് കഴിഞ്ഞാലും നല്ല കൈ എടുക്കാണ്ട് ഇളക്കിങ്ങോണ്ടിരിക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഇതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുക. അപ്പോൾ കുറഞ്ഞ ഉപ്പേ ചേർക്കാവൂ. പിന്നെ ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് തുളസിൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണിത്, ബേസിൽ എന്ന് പറയുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ബേസിലിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ബേസിൽ നിങ്ങളടുത്ത് എന്താ പറയുക, നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുളസിൻ്റെ ഇല ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം ഈ ഒരു കട്ടിയിൽ. പിന്നെ ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ അത് കട്ടിയാവുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2ാമത്തെ സോസായിട്ടുള്ള ബഷാമൽ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഇറക്കി വെക്കാം.
ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിലേക്ക് കുബൂസ് ആവശ്യമുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മിനി കുബൂസ് ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 2 വീഡിയോൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അറബിക് കുബൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണിത്. അത് കുറച്ച് ചെറിയ സൈസിൽ ഒന്ന് മുറിച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുക കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തൊട്ട് മുന്നേ ചെയ്തതുകൊണ്ടാണ്. ഒരു 1-2 വീഡിയോൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഈ ഒരു കുബൂസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള അറബിക് കുബൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചൊരു തടിയിലാണ് വേണ്ടത്, വല്ലാണ്ട് അങ്ങനെ നൈസായിട്ട് പരത്തരുത്. അപ്പോൾ അത് ചെറിയ റൗണ്ട് ഞാനിത് വെച്ചിട്ടും അടപ്പ് വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കുക, വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കുക. കാരണം സൈസും ചെറുതാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. കുബൂസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് വേഗം വേഗം വെന്ത് കിട്ടും എന്നുള്ളത്. അപ്പോൾ വേഗം വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ വേണ്ടി നോക്കാം ഇൻഷാ അള്ളാ. അപ്പോൾ അത് ഫസ്റ്റത്തെ മറിച്ചിട്ടിൽ ഞാൻ വേഗം വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുബൂസും കൂടെ നിർബന്ധമാണ് കേട്ടോ. കുബൂസും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു ലെയർ ആയിട്ട് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു കുബൂസ് ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വലുതായാലും കുഴപ്പമൊന്നുമില്ല, മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഒന്നും കൂടെ എളുപ്പമായിക്കോട്ടെ എന്നുള്ളതിൽ ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ, നല്ല ബോൾ പോലെ ആയിട്ട് വന്നോളും. പിന്നെ ഒരുപാടെണ്ണം ഒന്നിച്ച് വലിയ കല്ലായതുകൊണ്ട് ഒരുപാടെണ്ണം ഒന്നിച്ചിടുന്നതുകൊണ്ട് ഒരു ഭാഗം വെന്ത് പോകുന്നു, ഒരു ഭാഗം വേകുന്നുമില്ല. ഒരു പകുതി ഭാഗം, കല്ലിൻ്റെ പകുതി ഭാഗത്തുള്ളത് പെട്ടെന്ന് ആകുന്നുണ്ട്, അപ്പുറത്തുള്ളത് ആവുന്നതേ ഉള്ളൂ. ഇപ്പം അതെല്ലാം പൊന്തിയിട്ടുണ്ട്. അപ്പം ഞാൻ തൊട്ടപ്പുറത്തുള്ളത് മറിച്ചിടുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് കുറച്ച് ഓവറായിട്ട് വെന്ത് പോകുന്നുണ്ട്. അതാ ഇപ്പോൾ പൊള്ളാത്തതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം നന്നായിട്ട് പൊള്ളി വന്നോളും. ഇപ്പം അതാണ്ടില്ലേ, അപ്പോൾ അപ്പുറത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തത് റെഡി ആയിപ്പോയി. അപ്പോൾ അത് വേഗം വേഗം മറിച്ചിട്ടിട്ട് നമുക്ക് വേഗം വേഗം എടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുബൂസും നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കുബൂസ് ഉണ്ടാക്കിയെടുക്കണേ. ഇപ്പോൾ ഇതാ എല്ലാ കുബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അത് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്ത് വെക്കുക, ഓവനിലോ അല്ലെങ്കിൽ അടുപ്പത്തോ വെക്കാൻ പറ്റുന്ന പാത്രമായിരിക്കണേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റത്തെ ലെയർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആ ഒരു മഷ്റൂമിൻ്റെ ആ ഒരു ടൊമാറ്റോ പ്യൂരിയുള്ള ആ ഒരു ലെയറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മഷ്റൂം ഉപയോഗിച്ചതേ ഉള്ളൂ. ഇത് പല രീതിയിലും ഉണ്ടാക്കും കേട്ടോ. ഒന്നുകിൽ മഷ്റൂമാണ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, കൂസ എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ആ ഒരു അറബിക് വെജിറ്റബിളാണ് കൂസ, ഒന്നുകിൽ അതായാലും മതി. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആ ഒരു കുബൂസില്ല, അതൊന്ന് രണ്ടായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ചിടും. മുഴുവനത്തോടെ കിടണമെങ്കിൽ അങ്ങനെ ഇടട്ടോ, അത്രയും ചെറുതാണ്, വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ 2 പീസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ വെച്ച ആ ഒരു സോസ് വല്ലാണ്ട് അങ്ങ് വറ്റിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സോസ് ഇതിലേക്ക് കുടിക്കുകയാണ് ചെയ്യുക. ഇതിങ്ങനെ സോക്കായിട്ടാണ് ഉണ്ടാവുക, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വായിലിട്ടാൽ അലിഞ്ഞു പോകും. കാരണം അടിയിൽ ഈ ഒരു സോസും മേലെ വൈറ്റ് സോസും വരും, അപ്പോൾ രണ്ടും കൂടെ ഈ ഒരു കുബൂസ് വലിച്ചെടുക്കും. ആ ഒരു സോസൊക്കെ നന്നായിട്ട് കുബൂസ് വലിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇതാ, കുബൂസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് സോസാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓവൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ ചെമ്പിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യൂലേ, ഒരു ചെമ്പിൽ ഒരു 1/4 ചെമ്പ് ചൂടാക്കി എടുക്കുക, അതിലേക്ക് ഒരു തട്ട് റിങ്, നമ്മൾ ചട്ടിയൊക്കെ വെക്കുന്ന റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇനി ആവിച്ചമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റീം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി കിട്ടണം. അതുപോലെ ഏറ്റവും മേലെ നമ്മൾ കുറച്ച് ചീസ് ഇടുന്നുണ്ട്, അതൊന്ന് മെൽറ്റായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ വൈറ്റ് സോസ് രണ്ടാമത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഗ്രിൽ ചിക്കൻ, അത് ഞാൻ ബോണൊക്കെ പോക്കിയതാ വലിയ പീസായിട്ട് തന്നെ അങ്ങനെ മുറിച്ചിട്ടതാണ്, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് വേവിച്ച ചിക്കനെക്കാട്ടിലും ടേസ്റ്റ് പൊരിച്ച ചിക്കൻ തന്നെയാണ് കേട്ടോ. ഒന്നുകിൽ ഗ്രിൽ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊരിച്ചിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ അറബിക് മെത്തേഡിൽ തന്നെ ആ ഒരു ഗ്രിൽ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രിൽ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള മന്തിൻ്റെയൊക്കെ റെസിപ്പി കണ്ടാലും മനസ്സിലാവും, അതിലുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മളെ മൊസറല്ല ചീസാണ് കേട്ടോ, മെൽറ്റ് ആവുന്ന ഒരു ചീസ്. അത് ഏതായാലും കുഴപ്പമില്ല, ഗോഡ ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ചെഡാർ ചീസോ ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒരു ചീസും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഞങ്ങൾ ഒലിവ് ഓയിൽ മാത്രമേ ചേർക്കാവൂ. ഒലിവ് ഓയിൽ നിങ്ങളെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ വേറെ ഒന്നും ചേർക്കരുത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ചീസും ഒലിവ് ഓയിലും കൂടെ ചേരുന്ന സമയത്തുള്ള ആ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാണ്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പോണത് കേട്ടോ.
ഇപ്പോൾ അത് അടിപൊളിയായിട്ട് ഞാനിവിടെ പ്രീ ഹീറ്റഡ് ഓവനിൽ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടായി അടിയിലുള്ള സോസൊക്കെ നന്നായിട്ട് തിളച്ച് മേലെ വരെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി ടേസ്റ്റിയാണ്. നമുക്ക് തിന്നാലും പൂതിയിടൂല കേട്ടോ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര പൈസയാണ് ഇത്. ഒരു യമനി ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മളിത് കഴിക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ടർക്കിഷ് ഹോട്ടലിൽ പോയാൽ കിട്ടും ഇത്, അതുപോലെ തന്നെ യമനി റെസ്റ്റോറൻറ്റിൽ പോയാൽ കിട്ടും. ഒരു അറബിക് ഡിഷാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു കുബൂസും ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചിരുന്നത് അതുകൊണ്ടാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, നല്ല സോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു എല്ലാ സോസും ആ ഒരു കുബൂസിലേക്ക് സോക്കായിട്ടുണ്ടാവും. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് വേറെ ഒന്നും വേണമെന്നില്ല, ഒരു ഫുൾ മീൽ കോഴ്സ് തന്നെയാണ് കേട്ടത്. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ആ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുങ്ങളെ സ്നേഹം കൊണ്ട് മൂടുന്നുള്ളത് ഉറപ്പാണ്, അത്ര ഇഷ്ടപ്പെടും. പിന്നെ ഇടക്കിടക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറയൂ കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ ഡിഷ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.